ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേനൽ ചൂടിന് പറ്റിയ ഒരു വിഭവമായിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം അല്ലേ ഈ ചൂടിൽ. അപ്പം ഫ്രൂട്ട്സും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം, കഴിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ അത് നമ്മൾക്ക് മടിയായിരിക്കും ഇപ്പം വെള്ളം എന്നും കുടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഐസ് പോപ്സിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളായാലും കഴിക്കും, കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പഴങ്ങളാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറിയും പിന്നെ കുറച്ച് മുന്തിരി, നാരങ്ങ, അതുപോലെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഹണി ഡ്യൂ അത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹണി ഡ്യൂ എന്ന് പറയുമ്പോൾ അതൊരു തരം മത്തങ്ങയാണ്, മധുരമുള്ള മത്തങ്ങ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം, ഇന്നത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ കടയിൽ നിന്ന് ഇതുപോലെ ഫ്രൂട്ട് ബാറൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം, എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് ഈ പോപ്സിക്കിൾ മോൾഡാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അഥവാ ഇത് ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, അതുപോലെ ഒരു സ്പൂണും വേണം. ഇത്രയും മതി. ഇതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഗ്ലാസ് എടുക്കണമെന്നേ ഉള്ളൂ, ഒരുപാട് വലിയ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതലാവും. പിന്നെ വേണ്ടത് മധുരമാണ്. അതിന് നമ്മൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഞാനിപ്പം ലെമണൈഡ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന സിറപ്പാണ്, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. ലെമണൈഡിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണണം. ഇനി നമ്മൾക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഓരോന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പൈനാപ്പിൾ അടിച്ചെടുക്കുവാണ്. അതിന് പൈനാപ്പിൾ മിക്സിയിലിട്ട് ആവശ്യത്തിന് സിറപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം സിറപ്പ് ഇല്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാം. വേറെ ഒന്നും, മധുരത്തിന് എന്താണോ വേണ്ടത് അത് ചേർക്കാം. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. മധുരം നല്ലതായിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർക്കുക. പിന്നെ അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനിയിപ്പം മധുരം വേണ്ടാന്ന് വെച്ചാൽ മധുരം ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. റിയൽ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ മാത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ മതി. ഇനി അടുത്തത് ഈ ഹണി ഡ്യൂ ഉണ്ട്, അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള മധുരവും വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിക്കേണ്ടതെല്ലാം അടിച്ചു. ഇനിയിപ്പം നാരങ്ങയുണ്ട്, അത് ഞാനിപ്പം എക്സ്ട്രാ ഒരു പോപ്സിക്കിൾ മോൾഡ് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ നാരങ്ങ എടുക്കുന്നതാണ്. നാരങ്ങ വെള്ളം എടുത്ത്, ഇതും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നാരങ്ങ വെള്ളം ഉണ്ടാക്കുക, സിമ്പിളായിട്ട് നാരങ്ങ നീരെടുക്കുക, പിന്നെ അതിനകത്ത് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സിറപ്പാണ് ഇടുന്നത്. കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ. പിന്നെ സിറപ്പ് ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം അത് നമ്മൾക്ക് ഇതിൽ കുറച്ച് നല്ല മധുരം ഉണ്ടാവണേ, എന്നാലേ നമ്മൾക്കത് ഐസായിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോന്നായിട്ട് മോൾഡിലോട്ട് ഒഴിക്കാം. അപ്പോൾ ആദ്യം ഞാൻ പൈനാപ്പിൾ ആണ് ഒഴിക്കുന്നത്.
അടുത്തത് മറ്റേ ഹണി ഡ്യൂ, അതും ഒഴിച്ച് അതും അടച്ച് വയ്ക്കാം. പിന്നെ ഇത് സ്ട്രോബെറി ആണ്. ഇതിൻ്റെയൊക്കെ കളറ് തന്നെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ. നല്ലൊരു കളറാണ് ഇത്. പിന്നെ നമ്മൾക്ക് മറ്റേ സൈഡിൽ അതുപോലെ ബാക്കി ഇപ്പം ഇനിയുള്ളത് ഗ്രേപ്സ് ആണ്. ആ ഗ്രേപ്സും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പൈനാപ്പിൾ ജ്യൂസും അതുപോലെ സ്ട്രോബെറിയുടെയും കുറച്ച് ബാക്കിയുണ്ട്, ഗ്രേപ്സും ഉണ്ട്. അത് നമ്മൾക്ക് അപ്പോൾ ഞാൻ ഇതിനകത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ പൈനാപ്പിൾ ഒഴിക്കുന്നു. പൈനാപ്പിൾ ഒരു പകുതി ഒഴിച്ചിട്ട്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. ഏതൊക്കെ ഫ്രൂട്ട്സ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം പൈനാപ്പിളും ഗ്രേപ്സൊക്കെ അതിൻ്റെ ഇത് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ പക്ഷേ റിയൽ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ അതായിരിക്കും നല്ലതല്ല അരിച്ചെടുക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇതിപ്പോൾ 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഫ്രീസൊക്കെ ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസിൻ്റെ പോപ്സിക്കിൾ മോൾഡിൽ കുറച്ച് ബ്ലൂബെറി ഇടുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി ചെറുതായിട്ട് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇടുന്നുണ്ട്. അത് ചുമ്മാ പ്ലെയിൻ ആയിട്ട് കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈന് വേണ്ടി ഇടുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് ഫ്രീസൊക്കെ ആയി വരുമ്പോൾ അത് ഏത് ഷേപ്പിരിക്കുമെന്ന് നോക്കാം. അപ്പം ഇതിലോട്ട് നാരങ്ങ വെള്ളം ഒഴിക്കുമെന്ന്. ഇനി ഇത് നമ്മുടെ ഗ്ലാസ്സിൽ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ ഗ്ലാസ്സിലും ഇതുപോലെ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് ഉള്ളതുകൊണ്ട് ഗ്രേപ്പ് ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. അതിനുശേഷം ആ സ്പൂൺ ഉണ്ടല്ലോ, ഈ സ്പൂൺ ഇപ്പോൾ തന്നെ അല്ല, നമ്മളത് ഫ്രീസറിലോട്ട് വെക്കുമ്പോൾ അവിടെ അതിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. സ്പൂണപ്പം ഇതിൽ നിൽക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല, കുറച്ച് വളഞ്ഞിട്ടൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മൾക്ക് തന്നെ വീട്ടിൽ കഴിക്കാനാവുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ പോപ്സിക്കിൾ മോൾഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും മോൾഡിൽ ഉപയോഗിച്ചതും വെച്ചതും അതുപോലെ ഗ്ലാസ്സിൽ വെച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെടുത്ത് ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രാത്രിയാണ് ഞാൻ വയ്ക്കുന്നത്. ഇപ്പം ഇത് എത്ര നേരം എടുക്കും സെറ്റാവാൻ, അത്രയും ഒരു രാത്രി വെച്ച് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതായി. അപ്പോൾ ഇനി ഫ്രീസറിൽ വെച്ച് ഈ ഗ്ലാസ് ഇവിടെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ സ്പൂൺ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, ഇങ്ങനെ ചേർത്ത് വെക്കുമ്പം. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട്, ഏകദേശം ഒരുപാട് സ്ട്രെയിറ്റ് ആയി വരില്ലെങ്കിലും കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിപ്പം 15 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പം ഇതെല്ലാം ഫ്രീസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിന്ന് പുറത്തോട്ട് എടുക്കാം, ഗ്ലാസ്സിൽ നിന്നും അതുപോലെ മോൾഡിൽ നിന്നും പുറത്തോട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം വേണം. ഇതെല്ലാം മുക്കിയെടുത്ത് അത് അടർന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതെല്ലാം മുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾക്കത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഗ്ലാസ് ഇട്ട് വെച്ചു. ഇത് നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ മുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാം എടുത്ത് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത് ഗ്രേപ്സിൻ്റെ നമ്മൾ ഗ്ലാസ്സിലുണ്ടാക്കിയത്, പിന്നെ ഇത് നാരങ്ങയുടെ, പൈനാപ്പിൾ, പിന്നെ ഇത് ഹണി ഡ്യൂ, പിന്നെ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കിയത് ഗ്രേപ്സിൻ്റെ, പിന്നെ ഇതുള്ള സ്ട്രോബെറി. അപ്പം എല്ലാം റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമ്മൾ സാധാരണ ഇപ്പം നല്ല ചൂടാണ്, അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാകും. അതുമാത്രമല്ല, ഇത് ഫ്രൂട്ട്സിൻ്റെ ആണ്, റിയൽ ഫ്രൂട്ടാണ്. അത് നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.